24 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണത്തിൽ NDAയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന സ്വതന്ത്ര കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ 24നോട്. കോർപ്പറേഷനിൽ ഭരണ പ്രതിസന്ധി ഇല്ലെന്നും അവിശ്വാസ പ്രമേയത്തിന്റെ ആവശ്യമില്ലെന്നും പാറ്റൂർ രാധാകൃഷ്ണൻ. തിരുവനന്തപുരം നഗരസഭയിലെ പാറ്റൂർ വാർഡിൽ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് വിജയിച്ച നിലവിൽ NDAയോടൊപ്പം നിൽക്കുന്ന പാറ്റൂർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ 24നൊപ്പം ചേരുന്നത്. ചേട്ടാ, തിരുവനന്തപുരം നഗരസഭയിൽ വിജയിച്ചു വന്നതിന് ശേഷം NDAയോടൊപ്പമാണ്. ഇപ്പോൾ ഒരു ഭരണ സ്തംഭനം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടെന്നാണ് പ്രതിപക്ഷം വലിയ രീതിയിൽ ആരോപിക്കുന്നത്. അങ്ങനെ ഒരു ഭരണസ്തംഭനം ഉണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. ഭരണസ്തംഭനം ഉണ്ടാകേണ്ട പ്രത്യേക സാഹചര്യം എന്നുള്ളതായി തോന്നുന്നില്ല. അല്ല, LDFനും UDFനും ഒക്കെ ഈ ഭരണ സംവിധാനത്തെ അവിശ്വസിക്കാം. എന്നെ സംബന്ധിച്ച് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയോടെ അല്ല മത്സരിച്ചത്. എനിക്ക് അവിശ്വാസം തോന്നത്തക്ക ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിലവിൽ LDFന്റെയും UDFന്റെ നേതാക്കൾ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 6 മാസവും പല കാര്യങ്ങൾ LDFകാരും UDFകാരുമായിട്ടുള്ള എൻ്റെ സഹപാഠികളടക്കം, ഞങ്ങൾ ഒരുമിച്ച് കോളേജിലൊക്കെ പഠിച്ച ആളുകളടക്കമുണ്ട്, 3-4 പേരുണ്ട്. അപ്പോൾ അവരെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അത്തരം ചർച്ചകളും ഒന്നും ഇതിനെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ലീഡർഷിപ്പുമായി ഇത് സംബന്ധിച്ചൊരു സന്ധി സംഭാഷണം നടത്താനൊന്നും ഞാൻ മുതിർന്നിട്ടില്ല. എന്നെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. വെറുതെ എന്നെ ആരൊക്കെയോ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഒരു ക്ഷണം ലഭിച്ചിട്ടില്ല ഇതുവരെ? ഇല്ല, എന്നോട് അങ്ങനെ ഒരു ആരും സംസാരിച്ചിട്ടില്ല. ഇതുവരെ ഇല്ല. ഇല്ലാത്തത് പറയേണ്ട കാര്യവുമില്ല. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഭരണസ്തംഭനമില്ല. ഇപ്പോൾ നിലവിൽ അദ്ദേഹം NDAയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. അതേ സപ്പോർട്ട് തന്നെ ഇനിയും തുടരുമെന്നാണ് പാറ്റൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷൈജു ചാവശ്ശേരിക്കൊപ്പം ജിബിൻ JB 24 തിരുവനന്തപുരം. R. സുഗതൻ കുറ്റാരോപിതൻ മാത്രമാണെന്നും ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പാറ്റൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. സുഗതനെ സംബന്ധിച്ചാണെങ്കിൽ ഒരാൾ കുറേ കേസിൽ പ്രതിയായി അല്ലെങ്കിൽ പിന്നെ റിമാൻഡിലായി, അയാൾ കുറ്റാരോപിതനാണ്, അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ നിയമത്തിൻ്റെ വിവക്ഷ. അയാൾ രാവിലെ വരുമ്പോൾ മേയർ പറയുകയാണ് നിങ്ങൾ കുറേ കേസിൽ പ്രതിയാണ്, അങ്ങോട്ട് മാറി നിൽക്കുക, പുറത്തിറങ്ങിപ്പോ എന്ന് പറയേണ്ട സാഹചര്യമില്ല. അത് സംബന്ധിച്ചും തീരുമാനം എടുക്കേണ്ടത് ആരാണ്? നമ്മുടെ നിയമ സംവിധാനങ്ങളാണല്ലോ, അല്ലാതെ മേയറോ കൗൺസിലോ അല്ല. ഇനി അയാളെ അയോഗ്യനാക്കണം എന്നാണെങ്കിൽ അതിനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.